മൈ ചാനൽ. ഞാൻ ഇന്നുണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കട്ട്ലറ്റാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെമ്മീൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് 2 പൊട്ടറ്റോ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്, 2 സവോള, പിന്നെ 3-4 പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെമ്മീൻ വേവിക്കാൻ നേരം ചെമ്മീൻ ഇടാനായിട്ടുള്ള മസാലകളാണ്. മല്ലിപ്പൊടി അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെമ്മീനകത്തിട്ട് വേവിക്കണം. ചെമ്മീൻ വേവിക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് വേവിക്കണം. ഇതെല്ലാം കൂടിയിട്ടാണ് വേവിക്കേണ്ടത്. പിന്നെ ഞാൻ 2 മുട്ടയും എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. നമുക്ക് 3-4 ബ്രെഡ് മിക്സറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് പിന്നെ അത് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് റസ്ക് വാങ്ങിച്ചിട്ടാണെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൊഞ്ച് നമുക്കൊന്ന് മസാലയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെമ്മീനിട്ട് കൊടുത്തു. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും മുളക് പൊടി എല്ലാ പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്വല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികൾ എടുത്തതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കണം. പിന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അരച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കൊണ്ട് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം, തണുക്കാനായിട്ട് വയ്ക്കാം. പച്ചമുളക്, വേപ്പില, മല്ലിയില ഇതെല്ലാം ഞാൻ പൊടി പോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ തണുത്തപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ പുഴുങ്ങിയതും ഞാൻ ഗ്രേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ച് വയ്ക്കണം. ഇനി കട്ട്ലറ്റിനകത്ത് വയ്ക്കാനുള്ള കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ ചൂടായാലും കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി പച്ചമുളക്, വേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് നമ്മൾ ഇതിനകത്ത് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. കൊടുക്കാൻ പാടില്ല. വഴറ്റിയെടുക്കാം. ഇത് വഴന്നിട്ടുണ്ട്. നന്നായി അഴഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്മീൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചെമ്മീൻ്റെ മാക്കൂട്ട് നമുക്കിട്ട് കൊടുക്കാം. ഞാനിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ മല്ലിയിലയാണ്. മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞിട്ടുള്ള മല്ലിയില. അപ്പോൾ ഞാൻ ഇനി പൊട്ടറ്റോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കണം. ആവശ്യത്തിന് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം തണുക്കാൻ പറ്റും. ചെമ്മീൻ്റെ കൂട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിന് ചെറിയ ബോൾസായിട്ട് എടുക്കാം. ഞാനൊരു ബൗളിനകത്ത് ഞാൻ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഒരു ബൗളിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ ബോൾസ് എടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം. അങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുക. ബോളിന് ഷേപ്പ് ആക്കുന്നത് ഇതുപോലെ നമ്മൾ കയ്യിൽ ഓരോ ബോൾസ് എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പരിപ്പുവടയുടെ ഷേപ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ആദ്യം ഇങ്ങനെ ബോൾസ് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ വയ്ക്കണം. പിന്നെ നമ്മൾ മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസ് മുക്കി ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് വലിയ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മറിഞ്ഞിട്ടുണ്ട്. നല്ല മരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡ് കൂടെ ഒന്ന് മരിച്ചെടുക്കുക. ബ്രൗൺ കളറാണ്